ഹലോ മക്കളെ മക്കളെ അപ്പോൾ എങ്ങനെ പോകുന്നു? പ്രിപ്പറേഷനൊക്കെ അടിപൊളിയാണോ? ഓക്കെ, പേടിക്കണ്ട, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സെറ്റാക്കട്ടോ മക്കളെ. വലിയ ടെൻഷനൊന്നും അടിച്ചുള്ള മാർക്ക് കൂടി പോകുന്ന രീതിയിലാക്കരുത്. നിങ്ങൾക്കിപ്പോൾ ഈ തലേ ദിവസം എത്രയാണോ പറ്റുന്നത് അത്ര സെറ്റാക്കുക. ഒന്നും പഠിക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തൊന്ന് നോക്കിയിട്ട് സെറ്റാക്കുക. പഠിച്ചവരാണെങ്കിൽ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന പോലെ നോക്കുക, പറ്റുന്ന പോലെ നോക്കുക കേട്ടോ. ടെൻഷൻ അടിച്ചുള്ള മാർക്ക് കൂടി കൊണ്ട് കളയരുത് കേട്ടോ. ഓക്കെ, സെറ്റാണ്. ഇന്ന് ഞങ്ങൾക്കും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടില്ല, തീരെ സൗണ്ടില്ല, തൊണ്ടവേനയാണ്. എന്നാലും നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഒന്നും മിസ്സാവരുത്. ഈ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ്, ഇതൊന്നും മിസ്സാക്കരുത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് എന്ത് ഹെൽത്ത് ഇഷ്യൂ ആയാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരുമിച്ചാണ് മക്കളെ. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അറിയാം. നിങ്ങൾ ഒരുമിച്ചല്ല കഷ്ടപ്പെടുന്നത്, ഞങ്ങളും ഉണ്ട് നിങ്ങളുടെ കൂടെ ഒക്കെ കഷ്ടപ്പെടാൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ ലൈവ് ക്ലാസ് മറന്നിട്ടില്ലല്ലോ അല്ലേ? നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ടാവും, സെറ്റായിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് വന്നിട്ടുള്ള ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സാറേ എല്ലാ ടഫ് ക്വസ്റ്റ്യൻസ് ആണോ? എല്ലാ ടഫ് ക്വസ്റ്റ്യൻസും ആയിട്ടാണോ സാറ് വന്നിട്ടുള്ളത്? ഇല്ല മക്കളെ, ഒരു 2 ടഫ് ക്വസ്റ്റ്യൻസ് മാത്രം, 2 കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യനുമാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഓർത്ത് വയ്ക്കണം, നല്ലതാണ്. ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ടഫ് ക്വസ്റ്റ്യൻസൊക്കെ ന്യൂമറിക്കൽസൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നെ സൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ചിലതൊക്കെ കേൾക്കാതെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം കേട്ടോ. സൗണ്ട് പോവാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയും, പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്ന വരെ ഒന്നും കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക, ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, എന്നാലും ഒന്ന് ക്ഷമിച്ച് തരാം കേട്ടോ മക്കളെ. ഹെൽത്ത് ഇതായതുകൊണ്ടാട്ടോ, ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനൊരു ചോദ്യം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് ആർത് CH4ൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യം CH4 ഫോം ചെയ്യുന്ന ഇക്വേഷൻ എഴുതണം. CH4 എങ്ങനെ ഫോം ചെയ്യാം? CH4 എങ്ങനെയാണ് ഫോം ചെയ്യുക? ആരൊക്കെ കൂടി ചേർന്ന് CH4 ഫോം ചെയ്യുക? സിയും എച്ചും കൂടി ചേർന്ന്. CH4 ഫോം ചെയ്യുക ആരൊക്കെ കൂടി ചേർന്ന്? സിയും എച്ചും ചേർന്ന്. ഇനി സി എങ്ങനെയാണ്? ഇവിടെ സി മാത്രമായിട്ടല്ല നിൽക്കുന്ന മക്കളെ, സി മാത്രമായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സി ആയിട്ട് നിന്നാൽ മതി. പക്ഷേ എച്ച് ഈ ഇക്വേഷനിൽ കണ്ടോ, H2 ആയിട്ട് നിൽക്കുന്നത്. കുറച്ച് ഇക്വേഷൻ തരും, അതിൽ H2 ആയിട്ടല്ല നിൽക്കുന്നത്. H2 ആയിട്ടാണ് നിൽക്കുന്നെങ്കിൽ ഇവിടെ വേണം. നിങ്ങൾക്ക് അറിയാൻ വെച്ചാൽ H2 ആയിട്ട് നിൽക്കുക. ഞാൻ അങ്ങനെ കിട്ടിയില്ലെങ്കിലുള്ള ഐഡിയ അത് പറഞ്ഞു കേട്ടോ. ആ മുകളിലത്തെ ഇക്വേഷൻ നോക്കുക, എങ്ങനെയാണ് കണ്ടുപിടിക്കാം. ഇനി ബാലൻസ് ചെയ്യണം. ഇവിടെ C1, ഇവിടെ C1 ആണ്, ഇവിടെ ഈ C1 ആണ്. ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ H2 2 ഉള്ളൂ, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 കൂടി ആഡ് ചെയ്യണ്ടേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 2 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒന്നും ബാലൻസ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. പ്രൊഡക്റ്റ് സൈഡിൽ ബാലൻസിങ് ഒന്നും പാടില്ല കേട്ടോ. എന്തിനു വേണ്ടിയിട്ട് അറിയോ? നമുക്ക് 1 മോൾ ഫോം ചെയ്യുന്നതാണ് വേണ്ടത്. ബാലൻസ് ചെയ്യുമ്പോൾ അവിടെ 1 മോൾ ആവില്ല. കാരണം 1 മോൾ ഫോം ചെയ്യുന്ന ഡെൽറ്റ ഫോർമേഷൻ എൻതാൽപ്പിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതാണ് ഈ 3 ഇക്വേഷൻ ഉപയോഗിച്ച് മക്കളെ, ഇവിടെ തന്നിട്ടുള്ള ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ള വാല്യൂ ആണ്. അപ്പോൾ എന്താണ് വാല്യൂ കിട്ടുക നോക്കണം. ആ വാല്യൂ ആണ് ആൻസർ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ. 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പൊസിഷൻ സെറ്റാക്കണം. ആദ്യം പൊസിഷൻ സെറ്റാക്കണം. 2 നമ്പർ ഓഫ് മോൾസ്, എന്നിട്ട് ആഡ് ചെയ്യണം. ഇത്ര പരിപാടിയുള്ളൂ. ഈ 3 ഇക്വേഷൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്യുക, നമ്പർ ഓഫ് മോൾസ് സെറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് നമുക്ക് ഈ ഇക്വേഷനിൽ ഇപ്പം ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇതിലുള്ള പൊസിഷൻ തന്നെയായിരിക്കണം ഇതിലുള്ള ആളുകളും അതേ പൊസിഷനിലായിരിക്കണം. പൊസിഷൻ മീൻസ് റിയാക്റ്റൻ്റിലുള്ളവർ ഇതിൽ റിയാക്റ്റൻ്റിലുള്ളവർ ഇതിലും റിയാക്റ്റൻ്റിലായിരിക്കണം, ഇതിൽ പ്രൊഡക്റ്റിലുള്ളവർ ഇതിലും പ്രൊഡക്റ്റിലായിരിക്കണം. പ്ലസ് ഇവിടെ നമ്പർ ഓഫ് മോൾസ് അല്ല. അപ്പോൾ H2 2 നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ ഇവിടെയും H2 ഉള്ള ഇക്വേഷനിൽ 2 നമ്പർ ഓഫ് മോൾസ് ആയിരിക്കണം. അതാണ് ലാസ്റ്റ് ഇതൊക്കെ പാടെ ആഡ് ചെയ്യുക. ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം പൊസിഷൻ നോക്കിയാലോ മക്കളെ. ആദ്യം നമുക്ക് പൊസിഷൻ അങ്ങോട്ട് സെറ്റാക്കിയാലോ. പൊസിഷൻ സെറ്റാക്കിയാലോ. എന്നാൽ നോക്കിയേ, പൊസിഷൻ സെറ്റാക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ കാർബൺ ഏത് ഭാഗത്താണ്? റിയാക്റ്റൻ്റ് സൈഡിലാണ്. ഇവിടെ കാർബൺ ഒരു ഇക്വേഷൻ ഉണ്ടാവില്ലേ? ഏതാ കാർബൺ ഇക്വേഷൻ? 1 ആണ് കാർബണിലെ ഇക്വേഷൻ. കാർബണിൽ ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. അവിടെയും കാർബൺ റിയാക്റ്റൻ്റ് സൈഡിലല്ലേ? അപ്പോൾ കാർബണിൻ്റെ പൊസിഷൻ സെറ്റാണ്. ഇനി H2 റിയാക്റ്റൻ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ H2 ഉള്ള ഇക്വേഷൻ നോക്കുക. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷനാണ് H2 ഉള്ള ഇക്വേഷൻ അല്ലേ? അതും റിയാക്റ്റൻ്റ് സൈഡിലല്ലേ H2? അപ്പോൾ അതും സെറ്റാണ്. ഇനി ഇവിടെ നോക്കിയേ, പ്രൊഡക്റ്റിൻ്റെ സൈഡിലാണ് മീഥേൻ കിടക്കുന്നത്. പക്ഷേ മീഥേനിലെ ഇക്വേഷൻ ഏതാ? ഇതാണ് മീഥേനിലെ ഇക്വേഷൻ. പക്ഷേ ഏത് സൈഡിലാണ്? റിയാക്റ്റിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഇത് പറ്റുമോ? ഇല്ല. അപ്പോൾ 3ാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങോട്ട് റിവേഴ്സ് ചെയ്താൽ പോരെ. ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം
ഈ വാല്യൂ ഏതൊരു ഇക്വേഷൻ റിവേഴ്സ് ചെയ്താലും ഇതിന് മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, ഇനി പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, സൈന് മാറും. റിവേഴ്സ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ സൈന് മാറും. ഓക്കെ, അപ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക, അത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്താ മക്കളെ? ബാലൻസ്ഡ് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ 3 അല്ലേ, ഇക്വേഷൻ 3 നമുക്കുണ്ട്, അത് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. ഇക്വേഷൻ 3 നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. ഇക്വേഷൻ 3 റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഇക്വേഷൻ 3 റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ വരിക? CO2 പ്ലസ് 2H2O gives CH4 plus O2. 2O2. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ -890 ആയിരുന്നു അവിടെ, ഇവിടെ +890 ആയിരിക്കും കേട്ടോ. 890.4 ഉണ്ടാവില്ലേ, 890.4 റിവേഴ്സ് ചെയ്തു. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. ഇങ്ങനെ 4 എന്ന് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ അവിടെ കാണില്ല, അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ. ഓക്കെ, 4 സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? അപ്പോൾ ഈ തേർഡ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ ചേഞ്ച് ആക്കിയില്ല മക്കളെ, ഇത് നമുക്ക് ആവശ്യമില്ല, ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമില്ല. ഇതും പിന്നെ അതുപോലെ തന്നെ ഇതും ചേഞ്ച് ആകുക എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ പിന്നെ എടുക്കരുത്, ചേഞ്ച് വരുത്തിയ ഇക്വേഷൻ എടുക്കാവൂ. നെക്സ്റ്റ് ഈ നമ്പർ ഓഫ് മോൾസ് സെറ്റ് ചെയ്യുക. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എത്ര? 2, 1 അല്ലേ? കാർബൺ 1 അല്ലേ ഉള്ളൂ, ഇവിടെ 1 അല്ലേ ഉള്ളൂ, 1 ആണ്. ഇവിടെയും കാർബൺ 1 അല്ലേ ഉള്ളൂ, സോ അത് മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇവിടെ കണ്ടോ, H 2 ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ഇക്വേഷൻ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ എങ്ങനെ 2 ആക്കും? ഇവിടെ എങ്ങനെ 2 ആക്കും? ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ? അപ്പോൾ അടുത്തത് എന്താ? ഈ ഇക്വേഷൻ മൊത്തം 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഇതിനെ ചെയ്യണം. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂവിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 2 എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പ് എന്താ മക്കളെ? ഇക്വേഷൻ 2 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഇതാണ് ആ സ്റ്റെപ്പ് കേട്ടോ. ഇക്വേഷൻ 2 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക? 2H2 പ്ലസ് 1/2. ഇവിടെ ഉള്ളത് നോക്കിയേ, ഇവിടെ എത്രയുള്ളത്? 1/2 O2 ആണ്. അതിന് 2 വരുമ്പോൾ O2 മാത്രം അല്ലേ? O2 ഗീവ്സ് എന്താവുന്നത്? ഇവിടെ എന്താവുന്നത്? ഇവിടെ H2 ആണ്, 2H2 ആവും. തീർന്നോ? ഇല്ല, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എഴുതണ്ടേ? ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്രയാ? ഇവിടെയുള്ള വാല്യൂനോട് ഇവിടെ -285.8 ആണ്, -285.8 ആണ്. അതിനൊരു 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം, കാരണം 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കില്ലേ, 2 കൊണ്ട് ഇൻറ്റു ചെയ്ത വാല്യൂ അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് തീർന്നല്ലോ അല്ലേ? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണ വാല്യൂ കാൽക്കുലേറ്റർ എടുക്കട്ടെ, 1 മിനിറ്റ്. (285.8നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 571.6 എന്ന് വരും കേട്ടോ. 571.6 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. മൈനസ് ഉണ്ടായതുകൊണ്ട് മൈനസ് ഉണ്ടാവും. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ കിട്ടി, -571.6 എന്ന് പറഞ്ഞ സാധനം കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതും നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി ഇവിടെ CH4 കൂടി നോക്കാമല്ലേ? CH4 എത്ര നമ്പർ ഓഫ് മോൾസാ? CH4 എത്ര നമ്പർ ഓഫ് മോൾസാ? 1 നമ്പർ ഓഫ് മോൾസാ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, സെറ്റായി. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഏതൊക്കെ ഇക്വേഷൻസ് അപ്പോൾ നമുക്കുള്ളത്? ഈ ഇക്വേഷനും ഇല്ല, ഇതുണ്ട്, പിന്നെ നമ്മൾ 4 ഉണ്ട്, ഇതുണ്ട്, പിന്നെ നമുക്ക് ഇതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് ആയില്ലേ? നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ഇതിൻ്റെയൊക്കെ എൻതാൽപ്പീൻ്റെ വാല്യൂസ് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും ഫോർമേഷൻ എൻതാൽപ്പി. ഈ ഇക്വേഷൻ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെയൊക്കെ വാല്യൂസ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ എത്രയാണ്? ഫോർമേഷൻ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എത്രയാണ് മക്കളെ? -393.7 പ്ലസ് ഈ 4ൻ്റെ എല്ലാം എടുക്കേണ്ട. 4ൻ്റെ എത്രയാണ് മക്കളെ? 4ൻ്റെ എത്രയാണ്? 890.4 അല്ലേ? 890.4 പ്ലസ് മറ്റേൻ്റെ എത്ര കിട്ടിയത്? -57.6. ഇതൊക്കെ പാടെ ചെയ്യുമ്പോൾ എത്ര വരും? -393.7 പ്ലസ് 890.4 -571.6
-74.6 ഒക്കെ കിലോ ജൂൾ പെർ മോളിലല്ലേ, അപ്പോൾ ഇത് കിലോ ജൂൾ പെർ മോളിലായിരിക്കും. ഇതാണ് ആൻസർ കേട്ടോ, ഇതാണ് ആൻസർ. ഓക്കെ, ഇനി ചിലപ്പോൾ ഇതിലൊരു CH3OH ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് ചെയ്ത് നോക്കണേ. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടായിരിക്കും. ആ ഓ ഉണ്ടല്ലോ മക്കളെ, ഇതിലൊരു ഓം കൂടി ഉണ്ടാവും. ഇവിടെ ചെയ്യുന്ന സമയത്ത്, ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഓം കൂടി ഉണ്ടാവും. ഓ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും പൊസിഷനും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓ ഓട്ടോമാറ്റിക് കയറാം, ഓട്ടോമാറ്റിക് ആയിക്കോളൂ. ഓ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്താൽ മതി, ബാലൻസ് ചെയ്താലും പൊസിഷൻ സെറ്റ് ആക്കിയാലും മതി. അപ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെ ഇത് ചെയ്യേണ്ടത്. ആദ്യം പൊസിഷൻ സെറ്റ് ചെയ്യുന്നു, ഇതുപോലെ സെറ്റ് ചെയ്യുന്നു, നമ്പർ മോഡ് സെറ്റ് ചെയ്യുന്നു, എല്ലാത്തിനും നമ്പർ മോഡ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ ആഡ് ചെയ്യുന്നു ആ ഡെൽറ്റാച്ചിൻ്റെ വാല്യൂസ്. അപ്പോൾ കുറേ ഇക്വേഷൻസ് ക്യാൻസൽ ചെയ്ത് പോകും, എന്നിട്ട് അവിടെ ആഡ് ചെയ്യും. സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഇനി എവിടെയെങ്കിലും ചില മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കണ്ട് സെറ്റാക്കുക കേട്ടോ. അവിടെ ഒന്ന് കണ്ട് സെറ്റാക്കുക. കുറച്ച് പാടാണ്, കാരണം ടഫ് ക്വസ്റ്റ്യൻസ് ആണല്ലോ, അപ്പോൾ കുറച്ച് പാടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ട് സെറ്റാക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇവിടെ ആൻസർ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ആൻസർ ഉണ്ട്, ഇത് നിങ്ങൾ നോക്കാം കേട്ടോ. ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം ഇതുണ്ടാക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, പിന്നെ റിവേഴ്സ് ചെയ്യുന്നു, പിന്നെ അത് ആഡ് ചെയ്യുന്നു. ഇത്രയും പരിപാടിയുള്ളൂ, കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ഓക്കെ, -74.9 എന്നല്ലേ നമുക്ക് കിട്ടിയത്. 0.6 കിട്ടിയത്. അത് നിങ്ങൾ മെയിൻ ചെയ്യണ്ട കേട്ടോ. ഒന്നൊരു വാല്യൂ അങ്ങനെ പോയിന്റ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും അങ്ങോട്ട് മാറിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മളെ കമ്പ്യൂട്ടറിനും കാൽക്കുലേറ്ററിനൊക്കെ അടിച്ച് അനുസരിച്ച് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഫൈൻഡ് ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഡെൽറ്റ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഡെൽറ്റ ജി is equal to ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇന്ന് ടി ആ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്, ഡെൽറ്റ എസും തന്നിട്ടുണ്ട്, ഡെൽറ്റ ടിയും തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും തന്നിട്ടുണ്ട്. പക്ഷേ ഡെൽറ്റ ജിയും കൂടി തന്നാലല്ലേ ഈ ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂടാ. പക്ഷെ ഇവിടെ ഡെൽറ്റ ടി എച്ച് ഡി തന്നിട്ടില്ല, അതാണ് പ്രശ്നം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, സ്പോണ്ടേനിയസ് ആകുമ്പോഴുള്ള ടെമ്പറേച്ചർ കാണാനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. ആദ്യം നമുക്ക് വാല്യൂസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതാം അല്ലേ. ഡെൽറ്റ എച്ച് is equal to എത്ര ഇവിടെ വാല്യൂ, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്, 490 കിലോ ജൂളാണ്. അതിനെ ജൂളിക്ക് മാറ്റണ്ടേ അല്ലേ. ജൂളിക്ക് മാറ്റുമ്പോൾ 490 × 10⁻³ എന്ന് വരും. അതായത് 490 കഴിഞ്ഞിട്ട് 3 0 ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഡെൽറ്റ എസ് is equal to ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ എത്ര എവിടെയാണ്, 198 ജൂൾ പെർ കെൽവിൻ. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല, ജൂൾ പെർ ഉണ്ട് കേട്ടോ. ജൂൾ പെർ കെൽവിൻ മോൾ ഇൻവേഴ്സ് ആണ്. അപ്പോൾ 198 ആണ്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല, ജൂളിലായതുകൊണ്ട് മാറ്റേണ്ട. 198 ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ജി തന്നിട്ടില്ല. സോ നമുക്കറിയാം ഇക്വിലിബ്രിയം ആണെങ്കിൽ ഡെൽറ്റ ജിൻ്റെ വാല്യൂ 0 അല്ലേ. ഇക്വിലിബ്രിയം ആണെങ്കിൽ ഡെൽറ്റ ജിൻ്റെ വാല്യൂ 0 അല്ലേ മക്കളെ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലെ ടെമ്പറേച്ചർ വെച്ച് കണ്ടുപിടിച്ചൂടെ. കാരണം എങ്ങനെ കണ്ടുപിടിക്കാം, ഡെൽറ്റ ജി is equal to ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണെങ്കിൽ ഈ ഡെൽറ്റ ജി ഇക്വിലിബ്രിയം ആകുമ്പോൾ 0 ആയിരിക്കും. ഇത് 0 is equal to ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും, ടി is equal to എങ്ങനെ എഴുതാൻ പറ്റും, ഇതിങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ പ്ലസ് ആവും. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും, ഡെൽറ്റ എച്ച് ഡിവൈഡ് ബൈ ഡെൽറ്റ എസ് എന്ന് വരും. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്, 490 × 10⁻³ ഡിവൈഡ് ബൈ 198 എന്ന് വരും കേട്ടോ. 490 × 10⁻³ ഡിവൈഡ് ബൈ 198 എന്ന് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എത്ര കിട്ടുക, ഇതാണ് വാല്യൂ കിട്ടുക. നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, ഇതാണ് വാല്യൂ കിട്ടുക. പക്ഷേ ഇത് ഇക്വിലിബ്രിയത്തിൽ ഉള്ളതാണ്. നമുക്ക് എന്തിലാണ് വേണ്ടത്, സ്പോണ്ടേനിയസ് ആകുമ്പോൾ. ശ്രദ്ധിച്ചേ, ഞാൻ പറയുന്ന പോയിന്റ് ഇനി ശ്രദ്ധിച്ചോ. ഡെൽറ്റ ജി is equal to ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ. ഇത് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂം ഈക്വൽ ആയാലല്ലേ ഇത് 0 ആവുള്ളൂ. ഈ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂം ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂം ഈക്വൽ ആകുമ്പോഴല്ലേ ഇത് മൈനസ് ഇത് 0 ആവുള്ളൂ അല്ലേടാ. നമുക്ക് എന്താ വേണ്ടത്, സ്പോണ്ടേനിയസ് ആവുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി നെഗറ്റീവ് വരികയല്ലേ. ഡെൽറ്റ ജി നെഗറ്റീവ് വരിക എന്ന് പറയുമ്പോൾ ഈ വാല്യൂ കൂടുതലല്ലേ വേണ്ടത്, ഇത് കുറവല്ലേ വേണ്ടത്, എന്നാലല്ലേ നെഗറ്റീവ് സൈന് കൂടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടെമ്പറേച്ചർ ഈ ഒരു ടെമ്പറേച്ചറാണ് 2774 ആണെങ്കിൽ ഈ റിയാക്ഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും, ഇക്വിലിബ്രിയം ആയിരിക്കും. ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ ഇതൊക്കെ കൂടുകയല്ലേ ചെയ്യുക, ഈ ഭാഗം മൊത്തം കൂടും. ഇത് കൂടുകയാണെങ്കിൽ ഇത് മൊത്തം കൂടും. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂസൊക്കെ നെഗറ്റീവ് ആവില്ലേ. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ചോ. ഈ ഒരു വാല്യൂ 0 ആവുകയാണെങ്കിൽ ഇതും ഈക്വൽ ആണെങ്കിൽ ഇത് 0 ആവുള്ളൂ. ഇനി ഈ ഒരു ഭാഗം കൂടുന്ന ഇതൊരു ടെമ്പറേച്ചറാണ്, ഇത് 0 ആവുന്ന ടെമ്പറേച്ചറാണ്.
ഈ ടെമ്പറേച്ചർ കൂടിയ എല്ലാ ടെമ്പറേച്ചറിലും ഈ ഭാഗം കൂടുകയും ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് വരികയും ചെയ്യും. അപ്പം നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം ആൻസർ എന്നറിയോ? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. അത്ര അത് ഈ കൺഫ്യൂഷൻ ആണെങ്കിൽ അത് ആലോചിക്കണം. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ വാല്യൂവിൻ്റെക്കാളും കൂടുതലാണ് ടെമ്പറേച്ചർ എങ്കിൽ, ഈ വാല്യൂവിൻ്റെക്കാളും കൂടുതലാണ് ടെമ്പറേച്ചർ എങ്കിൽ ഈ റിയാക്ഷൻ ആ ടെമ്പറേച്ചറിലൊക്കെ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഈ നോൺ സ്പോണ്ടേനിയസ് ആവുക എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാല്യൂവിനേക്കാളും കുറവായ ടെമ്പറേച്ചറിലൊക്കെ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഈ ടെമ്പറേച്ചറിലൊക്കെ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഈ ടെമ്പറേച്ചർ വരുമ്പോൾ ഇക്വിലിബ്രിയം, ഇതിനേക്കാൾ കൂടുകയാണെങ്കിൽ സ്പോണ്ടേനിയസ്, ഇതിനേക്കാളും കുറയുകയാണെങ്കിൽ സ്പോണ്ടേനിയസ്. അപ്പോൾ എങ്ങനെയാ എബവ് ദിസ് ടെമ്പറേച്ചർ ദ റിയാക്ഷൻ ബിക്കം സ്പോണ്ടേനിയസ്. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇത് എഴുതി വയ്ക്കുക. ഇക്വിലിബ്രിയത്തിൽ കണ്ടുവച്ചിട്ട് അതിൻ്റെ മോളിക്കുള്ളതൊക്കെ സ്പോണ്ടേനിയസ് ആവുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് നോക്കുക. നിങ്ങൾക്കിത് മിസ്സാവരുതല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. നമുക്ക് ബാലൻസിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അത് നമുക്ക് ലാസ്റ്റത്തെ ഇന്ന് രാത്രിയുള്ള ബൂസ്റ്ററിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പേടിക്കണ്ട. ഇന്ന് രാത്രിയുള്ള ബൂസ്റ്ററിലോ അല്ലെങ്കിൽ രാവിലത്തെ ബൂസ്റ്ററിലോ അല്ലെങ്കിൽ രാത്രിയത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനും കൂടിയും ചെയ്യാം കേട്ടോ. ഇനി റെഡോക്സ് ബാലൻസിങ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, അത് കാര്യമായിട്ട് നോക്കണം എന്നില്ല കേട്ടോ. സ്കിപ്പ് ചെയ്ത് എഴുതാവുന്നുള്ളൂ. വേറെ ഏതെങ്കിലും എഴുതാൻ നോക്കുക. കാരണം നോക്കി ആകെ ചെയ്ത് സമയം പോയി പിന്നെ ലാസ്റ്റ് കിട്ടുന്നുമില്ല, അങ്ങനെ ആവരുത് കേട്ടോ. കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രം ചെയ്ത് തുടങ്ങിയാൽ മതി. ഓക്കെ, ഈ ലാസ്റ്റ് നിമിഷം ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ സെറ്റായെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇനി നമ്മുടെ ഉയരെ ബാച്ച് അറിയാലോ അല്ലേ? ഉയരെ ബാച്ച് ഉണ്ട് നമുക്ക്. എന്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അടുത്ത +2 എന്തായാലും ടൈറ്റ് ഉറപ്പിച്ചോ, നിങ്ങൾ ഒന്നും നോക്കണ്ട, ടൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഉയരെ ബാച്ച് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചോ, കാര്യങ്ങൾ അന്വേഷിച്ച് പെട്ടെന്ന് ജോയിൻ ചെയ്തോ. അടുത്തുള്ള നമുക്ക് പക്കയാക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ എല്ലാവർക്കും നടക്കട്ടെ, ടെൻഷൻ ആവാതെ കൂളായി നടക്കട്ടെ. പ്രിപ്പറേഷൻസ് സെറ്റായിട്ട് നോക്കുക. റെസ്റ്റൊക്കെ എടുത്ത് പതിയെ പഠിച്ചു പോകാം കേട്ടോ. ഒരുപാട് പഠിക്കാനുള്ളത് എഴുതിയിട്ട് വേജാറ് കൂട്ടിയിട്ട് ടെൻഷനായിട്ട് ഓരോ വയ്യാവലികൾ എടുത്ത് വരരുത്. അപ്പോൾ എന്ത് ചെയ്യുക, പതിയെ പഠിച്ചു പോകാം. ഓക്കെ സെറ്റ്. പറ്റട്ടെ കേട്ടോ. അല്ലാതെ നിങ്ങൾ ഒരുപാട് പഠിച്ച് നിങ്ങളെ ഒരു ദിവസം കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അത് നിങ്ങളായാലും ശരി ഞങ്ങളായാലും ശരി. ഓക്കെ, അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നോക്കുക. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ, ബാക്കിയൊക്കെ കിട്ടുന്ന പോലെ കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ശരി.